അപ്പൊ ഒന്നാമതായി ചെയ്യേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ ഒരു വെള്ള പേപ്പറിൽ നല്ലതുപോലെ എഴുതി വെക്കുക. അതിനുശേഷം സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ വാഖിഅയുടെ 63, 64, 65, 66, 67 അഞ്ചായത്തുകൾ, 63, 64, 65, 66, 67 സൂറത്തുൽ വാഖിഅ നമ്മളൊക്കെ ഓതാറുള്ള സൂറത്താണല്ലോ സൂറത്തുൽ വാഖിഅയുടെ 63 തൊട്ട് 67 വരെയുള്ള 5 ആയത്തുകൾ നല്ലതുപോലെ നമ്മൾ എഴുതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതുക. വെള്ള പേപ്പറിൽ കിബിലക്ക് മുന്നിട്ട് വുളുവോടുകൂടി എഴുതുക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. അതിനുശേഷം സൂറത്തുൽ വാഖിഅയുടെ 63ാമത്തെ ആയത്ത്, ഏതാണ് ആയത്ത്? അഫറഅയ്തും മാ തഹ്റുസൂൻ, അത് എഴുതുക 63. അത് കഴിഞ്ഞ് 64ാമത്തെ ആയത്ത് അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ, അത് കഴിഞ്ഞ് 65ാമത്തെ ആയത്ത് ലൗ നശാഉ ലജഅൽനാഹു ഹുതാമൻ ഫളൽതും തഫക്കഹൂൻ, അത് കഴിഞ്ഞ് 66ാമത്തെ ആയത്ത് ഇന്നാ ലമുഗ്റമൂൻ, അത് കഴിഞ്ഞ് 67 ബൽ നഹ്നു മഹ്റൂമൂൻ. അപ്പോ ഒരു വെള്ള പേപ്പർ എടുക്കുക, ഖിബിലക്ക് മുന്നിട്ട് എഴുതുക, വുളുവോടുകൂടി എഴുതുക. ഉമ്മമാരുണ്ടെങ്കിൽ, ഉമ്മമാരാണ് സഹോദരിമാരാണ് എഴുതുന്നതെങ്കിൽ തലയൊന്ന് മറക്കണേ. എന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതുക. അത് കഴിഞ്ഞ് സൂറത്തുൽ വാഖിഅയുടെ 63, 64, 65, 66, 67 ഈ 5 ആയത്തുകൾ നമ്മൾ ആ പേപ്പറിലേക്ക് എഴുതുക. എന്നിട്ടത് മടക്കി നമ്മുടെ കച്ചവട സ്ഥാപനത്തിൽ കൊണ്ടുപോയി വെക്കുക. എവിടെ? നമ്മുടെ പൈസ ഇടുന്ന ആ വലിപ്പുണ്ടാവുമല്ലോ, പൈസ ഇടുന്ന കൗണ്ടർ ആ വലിപ്പുണ്ടാവുമല്ലോ, അതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു വെക്കുക. അതുപോലെ കൃഷിക്കാരാണെങ്കിൽ നിങ്ങളുടെ കൃഷിയിടത്തിൽ വെക്കാം, കുഴിച്ചിടാനൊന്നും പറ്റൂല. അതായത് ഇത് ഖുർആനിക ആയത്താണല്ലോ, അപ്പൊ ഇത് മഴ കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിൽ നശിച്ചു പോവാത്ത രൂപത്തിൽ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കുക. അതുപോലെ ഓട്ടോറിക്ഷ ഓടിക്കുന്നവരാണ് അല്ലെങ്കിൽ ടാക്സി ഓടിക്കുന്നവരാണ്, അവർക്ക് ഓട്ടം കിട്ടുന്നില്ല, പ്രയാസമാണ് ഉസ്താദ് എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ടല്ലോ. അപ്പൊ അവരുടെ വാഹനത്തിൽ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഈ ആയത്ത് വെക്കുക. അതുപോലെ വീടുകളിൽ നമ്മുടെ ഷോക്കേസിലോ ഏതെങ്കിലും ഒരു മൂലയിൽ വെക്കാം. അടുക്കളയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, അടുക്കളയിൽ തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നജസ് പറ്റാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്തിൽ സൂക്ഷിച്ചു വെക്കുക. പിന്നെ ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യുക? അവരിങ്ങനെ യാത്രയായിരിക്കും ബിസിനസിന്റെ ആവശ്യങ്ങൾക്ക്. അപ്പൊ അവരെന്ത് ചെയ്യുക? ഈ ആയത്ത് എഴുതിയിട്ട് അവരുടെ പേഴ്സിൽ സൂക്ഷിച്ചു വെക്കുക. ഇൻഷാ അള്ളാഹുവിന്റെ വലിയ ഖൈറുണ്ടാകും, ബറക്കത്തുണ്ടാകും, കച്ചവടത്തിൽ ലാഭമുണ്ടാകും. ഇത് പരിശുദ്ധമായ ഖുർആനാണ്. ഈ സൂറത്തുൽ വാഖിഅയുടെ ഈ 63, 64, 65, 66, 67 ആയത്തുകളുടെ തഫ്സീറുകളൊക്കെ പരിശോധിച്ചു നോക്കിയാൽ ഇതിന്റെ വിശദമായ വിവരങ്ങൾ നമുക്ക് പല തഫ്സീറുകളിലും കാണുവാൻ സാധിക്കും.